ആൾക്കാരൊക്കെ സെറ്റപ്പായിട്ട് താമസിക്കുന്ന ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരുടെ കള്ളി വെളിച്ചത്താവുന്നതിന് കൊടുക്കാത്ത ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷനോ അങ്ങനെയുള്ള ഒന്നും തന്നെയല്ല. ഞാൻ ഈ പറയുന്ന കാര്യത്തോട് വിയോജിപ്പുള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ യോജിക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും, പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പറയുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ നിങ്ങളോട് 3 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 1, നിങ്ങൾ ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെസ്സേജ് അവരുമായി വിളിച്ച് സംസാരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? രണ്ടാമത്തത്, നിങ്ങൾ താമസിക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ, റൂം നമ്പർ അടക്കം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്ത എത്ര ആൾക്കാരുണ്ട്? മൂന്നാമത്തത്, നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുടെ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ നാട്ടിൽ വേണ്ടപ്പെട്ടവർക്ക് കൊടുത്ത എത്ര ആൾക്കാരുണ്ട്? ഇന്നിപ്പോൾ ഇത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ട കാരണം 2 ദിവസമായിട്ട് 2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. എല്ലാ ദിവസവും ഫോണിൽ വിളിച്ച് സംസാരിക്കും, മെസ്സേജൊക്കെ അയക്കുന്ന ആളാണ്. നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒക്കെ അഡ്മിനും കൂടിയായിരുന്നു. പക്ഷേ ആൾ താമസിക്കുന്ന ലൊക്കേഷൻ, ആ അഡ്രസ്സ് നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 3-4 ദിവസമായിട്ട് ഓൺലൈനിലും കാണുന്നില്ല, വിളിച്ചാൽ കിട്ടുന്നില്ല, നോർമൽ കോളിൽ വിളിച്ചാലും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. സാധനം നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ആളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അവരോടൊക്കെ ഷെയർ ചെയ്യേണ്ടി വരും. അത് മോശമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ ആകുമ്പോൾ ആൾ നാട്ടിൽ നിന്ന് വിളിച്ചു, ഞാൻ സുഖമില്ലാതെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഇതാണ്. ഇവിടെ കുവൈത്തിൽ എന്ന് വെച്ചെങ്കിൽ കുറേ ആൾക്കാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ട്. പാർട്ട്ണർഷിപ്പ് റൂമിലും അതുപോലെ തന്നെ മറ്റുള്ള റൂമിലും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഷെയറിംഗ് ആയിട്ട് 3-4 സുഹൃത്തുക്കൾക്ക് ഒന്നിച്ച് താമസിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചിട്ട് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക്, നമ്മൾ നിരന്തരം വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാർക്ക് നമ്മളുടെ റൂമിൻ്റെ അഡ്രസ്സും റൂം നമ്പറും അടക്കം അവർക്ക് കൊടുത്തിരിക്കണം. കാരണം ഒരു ദിവസമൊക്കെ വിളിക്കാതിരിക്കുമ്പോഴൊക്കെ നമ്മൾ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ ആൾ അന്വേഷിച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ അന്വേഷിച്ച് നമ്മുടെ താമസ സ്ഥലത്തേക്ക് വരും, എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി. ഇത് നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലത്തെ സംഭവങ്ങൾ. നമ്മളിപ്പോൾ നാട്ടിലേക്ക് വിളിച്ചില്ലെങ്കിൽ, നമ്മൾ എന്തെങ്കിലും പറ്റിയിട്ട് നാട്ടിലേക്ക് വിളിക്കാതൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളുമായി ബന്ധപ്പെടാനുള്ള ഒരു വഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സുഹൃത്തുക്കളുമായി അവർ വിളിച്ച് സംസാരിക്കുന്നത്, അവരുമായി ബന്ധപ്പെടുന്നത്. അങ്ങനെ വിളിക്കുന്നില്ല, കണ്ടിട്ടില്ല, കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ കോൺടാക്റ്റ് നമ്പർ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ വേണ്ടപ്പെട്ടവർക്ക് നിർബന്ധമായി കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന ലൊക്കേഷൻ, പ്രത്യേകിച്ചിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ, അവർ അവരുടെ വേണ്ടപ്പെട്ട അടുത്ത സുഹൃത്തുക്കൾക്ക്, അതായത് നിരന്തരം വിളിച്ച് സംസാരിക്കുന്ന സുഹൃത്തുക്കൾക്ക് അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ സെറ്റപ്പായിട്ട് താമസിക്കുന്ന ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരുടെ കള്ളി വെളിച്ചത്താവുന്നതിന് കൊടുക്കാത്ത ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഞാനാരും വിമർശിച്ചൊന്നുമല്ല, നമ്മളിത് പൊതുവായി കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ കൂടെ പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഛർദിയായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി എനിക്ക് പോകാൻ വേണ്ടി പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എൻ്റെ അടുത്ത റൂമിലുള്ള ആൾക്കാരൊക്കെ ഡ്യൂട്ടിക്ക് പോയ സമയമായിരുന്നു. പക്ഷെ എനിക്ക് തീരെ വയ്യാതായി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ വിളിക്കുന്ന ആൾക്കാർ ടെലിഫോൺ വിളിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോൾ അവസാനം എൻ്റെ റൂമിലേക്ക് എന്നെ അന്വേഷിച്ച് വന്നു. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അതാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് വിയോജിപ്പുള്ള ആൾക്കാരുണ്ടാവും, യോജിക്കുന്ന ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയുക. ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, കുവൈത്തിൻ്റെ നാനാഭാഗങ്ങളിലും പല തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് 20-ാം നമ്പർ വിസയിൽ വെളിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദിവസവും ഒരുപാട് ആൾക്കാരെ പിടിക്കപ്പെടുന്നുണ്ട് പല സ്ഥലത്തുനിന്ന് വെച്ച്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ റൂമിൽ നിന്ന് പോയിട്ട് രാവിലെ വന്നില്ലെങ്കിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ റൂമിലുള്ള മറ്റാൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ആളെ ഫോട്ടോ എടുത്തിട്ട് ഇന്ന് രാവിലെ റൂമിൽ നിന്ന് പോയതാണ്, മിസ്സിംഗ് ആണെന്നതിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു കാരണവശാലും അങ്ങനെ പോസ്റ്റ് ചെയ്യരുത്. അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന നമ്മൾ അവരോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞെങ്കിൽ കടലിൽ കല്ലെറിഞ്ഞത് പോലെയാണ്, അത് തിരിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഫോട്ടോ മാറിയിട്ട് പോകും, മാറ്റർ മാറിയിട്ട് പോകും, ഇങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഈ ആൾ മരിക്കുന്നത് വരെ അത് സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടേ ഉണ്ടാവും. ഒരു കാരണവശാലും അങ്ങനെ ഇടരുത്. ഏറ്റവും അവസാനത്തെ നമ്മുടെ വഴിയാണ് സോഷ്യൽ മീഡിയ. അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാനുണ്ട്. ആദ്യം ആൾ എവിടെ നിന്നാണോ മിസ്സായത് ആ ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷിക്കുക. അതുപോലെ തന്നെ പുറത്തിറങ്ങുന്ന CID ഓഫീസിൽ പോയിട്ട് അവിടെയൊക്കെ അന്വേഷിക്കുക. ഇതൊക്കെ ആദ്യം ചെയ്യണം. പിന്നെ ചില സമയത്ത് പിടിക്കപ്പെട്ടെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞെങ്കിൽ സിസ്റ്റത്തിൽ കയറുന്നു. ചിലപ്പോൾ അങ്ങനെ അതിൽ കയറിയെന്നൊന്നും വരില്ല. അപ്പോൾ നമ്മൾ അവരുടെ എവിടുന്നാണ് മിസ്സായതിന് ആ ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ അവിടെയൊക്കെ അന്വേഷിച്ചതിൻ്റെ ശേഷം അവസാനം എല്ലാം ആലോചിച്ചതിന് ശേഷം അവരുടെ വീട്ടുകാരോടൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാവൂ. അല്ലാതെ ഒരിക്കലും ചെയ്യരുത്. കാരണം ഒരുപാട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 20-ാം നമ്പർ വിസയിൽ
പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ പല ഭാഗത്തു നിന്നും പിടിക്കപ്പെടും. ഞാനിത് ആരെ ഭയപ്പെടുത്താനോ പറഞ്ഞതൊന്നുമല്ല, ഉള്ള കാര്യമാണ് നിങ്ങളുമായി ഷെയർ. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വിഷയത്തോട് യോജിക്കുന്ന ആൾക്കാരുണ്ടാവും, വിയോജിക്കുന്ന ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക. ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നു. എല്ലാവരും നന്ദി, നമസ്കാരം.